പക്ഷേ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയത്തിനനുസരിച്ച് മാത്രം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതുന്ന വോട്ടർമാർ വിധിയെഴുതുന്ന കണ്ണൂർ മണ്ഡലത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് മനു ഭരത് അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. മനു, രണ്ട് സ്ഥാനാർത്ഥികളുടെ എം പി ജയരാജന്റെയും അതോടൊപ്പം തന്നെ കെ സുധാകരന്റെയും ചിത്രം പറയുമ്പോൾ തന്നെ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ല, അദ്ദേഹം BJP സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അങ്ങനെ അടർന്നു വന്ന നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ മുഖങ്ങളിൽ ഒന്നായിരുന്നു അവിടെ പ്രാദേശികമായെങ്കിലും അങ്ങനെ ഒരു നേതാവിനെ അടർത്തിയെടുത്ത് NDAയുടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് ഏത് തരത്തിൽ ആണ് വർക്കൗട്ട് ചെയ്യുക എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങളിൽ? മനു, നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ BJPക്ക് അങ്ങനെ ഒരു വലിയ ആലപ്പുഴയിലോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തോ തൃശ്ശൂരിലോ ഒക്കെ ഉള്ള പോലെ ഒരു ഫൈറ്റ് ഇവിടെ കാഴ്ചവെക്കാൻ കഴിയുമോ എന്നൊരു സംശയം എല്ലാ കേന്ദ്രങ്ങളിലും ഉണ്ട്. പക്ഷേ സ്വാഭാവികമായും BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും വലിയൊരു വോട്ട് ഷെയർ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഒരു 2011 തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു 3% വോട്ട് ഷെയർ ആണ് അന്നൊക്കെ BJPക്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് അതൊരു 9% ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതൊരു 9% ഉയർത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 9% നിന്ന് വലിയൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു ക്ലൗട്ട് ഉണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ഏതായാലും പക്ഷേ ഈ സ്ഥാനാർത്ഥി ഒരു കോൺഗ്രസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ് എന്നത് കോൺഗ്രസ് വോട്ട് പിളർത്തുമോ എന്നൊരു ആശങ്ക ചെറിയ തോതെങ്കിലും ഉണ്ട്. കാരണം ധർമ്മടം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട സ്ഥാനാർത്ഥിയായിരുന്നു C. രഘുനാഥ്. മാത്രവുമല്ല കെ സുധാകരന്റെ വലിയ അടുത്ത ആളുമായിരുന്നു. ഈ ധർമ്മടം മണ്ഡലത്തിൽ മമ്പ്രം ദിവാകരനാണ് സാധാരണ പിണറായി വിജയന്റെ ഒരു എതിരാളിയായി നമുക്ക് അതിനു മുമ്പേ കണ്ടത്. അപ്പോൾ മമ്പ്രം ദിവാകരൻ അവിടുത്തെ ഒരു കോൺഗ്രസിന്റെ വളരെ കരുത്തുറ്റൊരു മുഖമായിരുന്നു. പക്ഷെ അദ്ദേഹം നിർഭാഗ്യവശാൽ KPCC പ്രസിഡന്റുമായ അഭിപ്രായ വ്യത്യാസം ഉള്ള ഒരാളാണ്. അവർ തമ്മിലുള്ള തർക്കം എത്രയോ കാലങ്ങളായി ഉള്ളൊരു തർക്കവുമാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ തവണ അദ്ദേഹം മമ്പ്രം ദിവാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇല്ലാതാകുന്നു. പകരം സുധാകരൻ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ C. രഘുനാഥിനെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. അത് ഒരു ചെറിയ തിരിച്ചടി സുധാകരന് ഉണ്ടാകും. കാരണം സുധാകരന് സ്വാഭാവികമായും BJPയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ ഇടതുപക്ഷം എല്ലായിടത്തും സജീവമാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗം കൂടി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ BJP സ്ഥാനാർത്ഥിയായി പോയി എന്നതൊരു ചെറിയ തിരിച്ചടിയാകും. പക്ഷേ അത് ഈ ധർമ്മടം മണ്ഡലത്തിലായതുകൊണ്ട് ധർമ്മടത്ത് കോൺഗ്രസിന് വലിയ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ഒരുപക്ഷെ അവർക്ക് അവിടെ എതിരാളി മുഖ്യമന്ത്രി പിണറായി വിജയനായതുകൊണ്ടും അവിടെ CPMന് ഒരു നല്ല ശക്തി കേന്ദ്രമായതുകൊണ്ടും അവിടെ ജയിക്കാൻ കഴിയില്ലെങ്കിൽ ഒരു സംഘടനാ സംവിധാനമുണ്ട്. ആ സംഘടനാ സംവിധാനത്തിൽ വിള്ളൽ വീഴുമോ എന്നൊരു ആശങ്കയുണ്ട്. മനു ഇടയ്ക്ക് ഒരു കാര്യം, മനു അല്പം മുമ്പ് പരാമർശിച്ചു പോയ വിഷയം തന്നെയാണ്. കാരണം കെ സുധാകരൻ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ നേരിടുന്ന ഒരു വലിയ ആക്ഷേപം ഏതു സമയവും BJPയിലേക്ക് പോകും എന്ന ഒരു ആക്ഷേപമാണ്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണത്തിനപ്പുറം ശക്തമായി പ്രചരണ രംഗത്തേക്ക് ഇടതുമുന്നണി അത് ഉയർത്തുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ഇതുവരെ അതിനെ പ്രതിരോധിച്ചത്? ഈ ഒരു ആരോപണവും ആക്ഷേപവും സുധാകരന് കണ്ണൂരിൽ ഒരു വെല്ലുവിളിയാണോ മനു? ഇതുവരെയുള്ള ചിത്രം എങ്ങനെയാണ്? അത് രണ്ടു തരത്തിൽ അദ്ദേഹത്തെ ബാധിക്കും. ഒന്ന്, കണ്ണൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 30% ന്യൂനപക്ഷ വോട്ടർമാരുണ്ട്. 10% ന്യൂനപക്ഷ വോട്ടർമാർ എന്നാൽ മുസ്ലിം വിഭാഗത്തിലുള്ള 10% ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള വോട്ടർമാർ. അപ്പോൾ 40% ന്യൂനപക്ഷങ്ങളാണ്. അതിൽ BJPയോട് ആഭിമുഖ്യമുള്ളവർ വളരെ കുറവുമാണ്. അപ്പോൾ ഒരുപക്ഷെ ആ വോട്ടുകൾ അത് ബാധിക്കുമോ എന്നൊരു ആശങ്ക ഒരു വശത്തുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ ലീഗിനെ വിശ്വാസത്തിലെടുക്കാൻ ഇത്തവണ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതൊരു വലിയ ഒരു നേട്ടമായി കാണാം. കാരണം സ്വതവേ ഇടയ്ക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില വാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളൊക്കെ ചില ലീഗ് നേതൃത്വം ഒരു അസമയത്തായിപ്പോയി എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം പ്രചരണ രംഗത്ത് ലീഗ് വലിയ തോതിൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് ഈ പ്രചരണ രംഗത്ത് സജീവമാകുന്നു എന്നുള്ളതാണ്. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ BJPയിലേക്ക് പോകില്ല എന്നുള്ളത് ഒരുപക്ഷെ ഒരല്പം ഒരു BJP വോട്ടർമാരുടെ വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് ഒരുപക്ഷെ വിജയസാധ്യത സുധാകരനാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചാൽ BJP വോട്ടർമാർ കുറെ കൂടി അദ്ദേഹത്തിന് വോട്ട് ചെയ്തേക്കും എന്നൊരു പ്രതീക്ഷയും കണക്കൂട്ടലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ബാധിക്കാൻ ചെറിയ തോതിൽ ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിൽ അത് സുധാകരന് നെഗറ്റീവായി വന്നാൽ അത് ഭൂരിപക്ഷ വോട്ടർമാർക്കിടയിൽ ഒരു പോസിറ്റീവ് ഫാക്ടർ ആകും എന്ന പ്രതീക്ഷയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നു. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 തെരഞ്ഞെടുപ്പിൽ മനു സൂചിപ്പിച്ചതുപോലെ 3% മാത്രമാണ്
അവിടുത്തെ BJP യെ സംബന്ധിച്ചിടത്തോളം വോട്ട് ശതമാനം അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9% എത്തുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6.5% ആയിരുന്നു വോട്ട്. അത് ഉയരുമോ എന്നതാണ് BJP-യിൽ അറിയേണ്ടത്. ഒപ്പം കെ സുധാകരന്റെ ഈ BJP എന്ന തരത്തിലുള്ള ആ ഒരു പ്രചാരണം അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതിന് മനു നൽകിയ ഉത്തരം BJP സമാഹരിക്കുന്ന അധിക വോട്ട് ചർച്ച ഉണ്ടാക്കുക ആർക്ക് എന്നതും ഒരുപക്ഷെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ കണ്ണൂരും ഒരു ഘടകമായി. തീർച്ചയായും നമുക്ക്